സ്വാഗതം കട്ട് ആൻഡ് റീഡിലേക്ക്. Facts do not cease to exist because they are ignored. എഴുത്തുകാരനും ഫിലോസഫറുമായ ആൽഡോസ് ഹക്സ്ലിയുടെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയാണിത്. കട്ട് ആൻഡ് റൈറ്റിൽ എന്താ ഫിലോസഫി എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഒന്ന് വിശദമായി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് കാര്യം പിടികിട്ടും. അതായത് വസ്തുതകളെ അവഗണിക്കാം, നിഷേധിക്കാം, മറ്റൊരു കഥ പറഞ്ഞ് മറച്ചു വെക്കാൻ ശ്രമിക്കാം, പക്ഷെ അവ ഇല്ലാതാകില്ല. രാഷ്ട്രീയത്തിലും അതുതന്നെയാണ്. പ്രഖ്യാപനങ്ങളല്ല, തീരുമാനങ്ങളാണ് ഒരു സർക്കാരിൻ്റെയും ഒരു പാർട്ടിയുടെയും യഥാർത്ഥ രാഷ്ട്രീയം വെളിപ്പെടുത്തുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതുകൊണ്ട് തന്നെ ഒരു കക്ഷിയുടെ മാത്രം വിഷയമല്ല, ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ചർച്ച കൂടിയാണ്. അധികാര കസേരയിലിരുന്ന് ഒരു മാസം കൊണ്ട് കോൺഗ്രസ് പല തീരുമാനങ്ങളും എടുത്തത് ക്ഷിപ്രവേഗത്തിലാണ്. ശരവേഗത്തിലുള്ള ഓരോ തീരുമാനത്തിന് പിന്നിലും സംഘികളുടെ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നു എന്നത് വെറും പറച്ചിലല്ല, അനുഭവ സത്യമാണ്. ധാരണകൾ പ്രഖ്യാപനങ്ങളും പ്രഖ്യാപനങ്ങൾ തീരുമാനങ്ങളുമായി മാറിയപ്പോൾ അറബിക്കടലിൽ എറിയാൻ വെച്ച പലതും അവർ മാറോടണച്ചു. ആവേശം മൂത്തപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയതാണെന്ന് KM ഷാജി പറയാതെ പറഞ്ഞെങ്കിലും മലയാളികൾക്ക് പിൻവാതിൽ നീക്കത്തിന്റെ പൊരുൾ മനസ്സിലായി. എങ്കിലും ഷാജിക്ക് അഭിനന്ദന പ്രവാഹമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥനെ നിയമിക്കാനുള്ള തീരുമാനത്തിലൂടെയാണ് ഏറ്റവും ഒടുവിൽ ഷാജി BJPയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചത്. ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തന്നെ എതിർപ്പുയർന്നപ്പോൾ ഇത് തന്റെ തീരുമാനമല്ല, മന്ത്രിസഭ ആലോചിച്ച് തീരുമാനിച്ചതാണ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്നൊക്കെയാണ് ഷാജി പറഞ്ഞത്. പിന്നെ തന്നെ മുസ്ലിം ഭീകരവാദിയാക്കി ചിത്രീകരിച്ചവരാണ് ഇപ്പോൾ RSS ആക്കുന്നതെന്നും ഷാജി പറഞ്ഞു. അല്ല ഷാജി, താങ്കൾ എങ്ങോട്ടാ കയറി പോകുന്നേ? ഒരാളുടെ നിലപാടുകളാണ് ഒരാളുടെ രാഷ്ട്രീയം. ഇപ്പോൾ താങ്കൾ എടുക്കുന്ന ഓരോ നിലപാടും ആരെ പിന്തുണയ്ക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ PMAY പോലുള്ള പദ്ധതികളെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ ധാരാളം. സാധാരണക്കാരന് കിടപ്പാടം ലഭ്യമാക്കാനുള്ള PMAY പദ്ധതി അവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്താതെ നടപ്പിലാക്കാൻ നോക്കിയ മുൻ സർക്കാർ നടപടിയെ വെല്ലുവിളിച്ച് വീടിന് പുറത്ത് പദ്ധതിയുടെ ലോഗോയും എംബ്ലവും വെക്കുന്നതിൽ തെറ്റില്ലെന്ന് ഉറക്ക വിളിച്ചു പറയുമ്പോൾ അതിന് RSSന്റെ ശബ്ദമാണെന്ന് ഊഹിക്കാൻ 1ാം ക്ലാസ്സും ഗുസ്തിയും തന്നെ ധാരാളം. താങ്കളുടെ ആ നിലപാടിനും കിട്ടിയല്ലോ RSS വക ഒരു പൂച്ചെണ്ട്. നഗരസഭാ മേയർ VV രാജേഷ് തങ്ങളുടെ വീഡിയോ പ്രദർശിപ്പിച്ചായിരുന്നല്ലോ കൗൺസിൽ യോഗത്തിൽ താങ്കൾക്ക് അഭിനന്ദനം നൽകിയത്. തീർന്നില്ല, താങ്കൾ മുന്നേ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. നല്ല അസല് അറബിക്കടലിന്റെ ഓളപ്പരപ്പിലേക്ക് ഊളിയിട്ട പ്രസംഗം. അതിങ്ങനെയാണ്: താങ്കൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിലേക്ക് എറിയും. ഭയങ്കര ആവേശമായിരുന്നു. പക്ഷെ അധികാരം കിട്ടിയപ്പോൾ ആവേശം ചോർന്നു. അതൊക്കെ പ്രസംഗത്തിൽ പ്രാസം കിട്ടാൻ ഒപ്പിച്ചു പറഞ്ഞതല്ലേ? ഇതൊക്കെ സീരിയസ് ആക്കാമോ എന്ന് ഷാജി തന്നെ മാധ്യമങ്ങളോട് ചോദിച്ചു. എന്നാൽ ശേഷാദ്രിനാഥന്റെ നിയമനം അത്ര പെട്ടെന്ന് അറബിക്കടലിൽ ഒഴുക്കിക്കളയാമെന്ന് KM ഷാജി വ്യാമോഹിക്കേണ്ടെന്നാണ് കട്ട് ആൻഡ് റൈറ്റിന് പറയാനുള്ളത്. കാരണം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് അത് അങ്ങനെ വിട്ടുകളയാനുള്ള ഒരുക്കത്തിലല്ല. ശേഷാദ്രിനാഥന്റെ BJP അനുകൂല സമൂഹ മാധ്യമ പോസ്റ്റുകൾ അടക്കം ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രിയെ കണ്ട് പരാതി അറിയിച്ചു. മുഖ്യമന്ത്രിയെ കാണാനും നീക്കമുണ്ട്. RSS ബന്ധമുള്ളയാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിനെതിരെ PM നിയാസ് ശക്തമായി രംഗത്തെത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ N ശേഷാദ്രിനാഥ് സംഘപരിവാർ ബന്ധമുള്ളയാളാണെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആരോപിക്കുന്നു. ശേഷാദ്രിനാഥ് കമ്മീഷണറായാൽ BJPക്ക് അനുകൂലമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തും. വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ഹൈക്കമാൻഡിനും PM നിയാസ് കത്ത് നൽകി. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ നമ്മുടെ ശേഷാദ്രിനാഥൻ പോസ്റ്റൊക്കെ മുക്കി കണ്ടം വഴി ഓടിയെന്നാ കേട്ടെ. KM ഷാജിക്ക് പക്ഷേ ശേഷാദ്രിനാഥൻ സംഘിയല്ല, വെറുമൊരു വിശ്വാസിയാണ്. വിശ്വാസിയാകുന്നത് അപകടകരമായി കാണാനാവില്ല എന്നതാണ് ടിയാന്റെ കൺക്ലൂഷൻ. ഇനി മറ്റൊന്ന്, ഈ PM നിയാസിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഒരു സംശയം ഇനിയും ബാക്കിയുണ്ട് എന്നാണ്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യുഗൽക്കർക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാണ് ഇപ്പറഞ്ഞ UDF. എന്നാൽ വോട്ട് പെട്ടി പൊട്ടിച്ചതും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സതീശന് വേണ്ടപ്പെട്ടയാളായി. പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പദവി കൈമാറിയപ്പോൾ ഇപ്പറഞ്ഞ ആരോപണങ്ങളെല്ലാം ആവിയായി പോയി. ആരും ഒരു ചെറു വിരലനക്കാൻ പോലും തയ്യാറായില്ല. അന്ന് ഇപ്പോൾ ഈ വിവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന നിയാസ് എവിടെയായിരുന്നു? എന്തെടുക്കുമായിരുന്നു?
എല്ലാം രാഷ്ട്രീയ നാടകമാണെന്ന് മാളൂര് അടക്കം പറഞ്ഞാൽ കുറ്റം പറയാതെ തരമില്ല. അത്ര തന്നെ. മഹാരാഷ്ട്ര, ഗോവ എന്ന് തുടങ്ങി രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അട്ടിമറിയും കുതിരക്കച്ചവടവും നടത്തി വിജയം നേടി ഭരണത്തലപ്പത്തെത്തിയ BJP കേവലം 3 MLA-മാരെ വെച്ചാണ് ഇങ്ങ് കേരളത്തിൽ അപ്രഖ്യാപിത ഭരണം നടപ്പിലാക്കുന്നത്. ആരെ എവിടെ എങ്ങനെ നിയമിക്കണം എന്ന കാര്യത്തിൽ BJPയുടെ സാക്ഷരതാ ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം മാത്രമേ കോൺഗ്രസ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കൂ. കേന്ദ്രവുമായി ഒരു സംഘടനത്തിന് ഇല്ലെന്ന് പറയുമ്പോൾ അവരുമായി ഉൾച്ചേർന്ന് ഒത്തൊരുമിച്ച് നീങ്ങാനാണ് കോൺഗ്രസ് വഴിപ്പെടുന്നത്. കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ലെന്ന് മുഖ്യമന്ത്രി സതീശൻ ചുമ്മാ ഒരു ഓളത്തിലങ്ങ് പറഞ്ഞതല്ല. ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രവും ഗവർണറുമായി മൽപ്പിടുത്തത്തിനില്ലെന്ന്. പിന്നെ കേന്ദ്രവുമായി ഏറ്റുമുട്ടലിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പിന്നെ PMC നടപ്പാക്കാൻ നിർബന്ധിതരാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ. തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ച പോലെ PMC അറബിക്കടലെറിയാൻ പറ്റില്ലെന്നും കേന്ദ്ര സർക്കാരുമായി ഒരു അൺഹെൽത്തി ഡിബേറ്റില്ലെന്നും KM ഷാജി. അങ്ങനെ ഞെരുപ്പായി കാര്യങ്ങൾ മൊറ പോലെ അങ്ങ് നടക്കുകയാണ്. അതല്ലേ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം. ലോക്ഭവൻ നിർദ്ദേശപ്രകാരം വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് അധികാരത്തിലേറിയ സതീശൻ സർക്കാർ അവിടം തൊട്ടേ RSSന്റെ നല്ലവനായ ഉണ്ണിയാണ്. BJP നേതാവായ PS ശ്രീധരൻപിള്ള പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രതിഭ എന്നാണ് VD സതീശനെ വിശേഷിപ്പിച്ചത്. ഹിന്ദുത്വ നേതാക്കളായ RV ബാബുവും ശശികലയും ഉൾപ്പെടെയുള്ളവരും സതീശനെ അഭിനന്ദിച്ചു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ABVPയുടെ അഭിനന്ദനങ്ങളും ചില മന്ത്രിമാർ ഏറ്റുവാങ്ങി. പിന്നീട് അങ്ങോട്ട് BJPക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് പ്രത്യാശയുടെ പ്രതിഭയിൽ നിന്നും കേരളം കണികണ്ടുണർന്നത്. മുക്കിലും മൂലയിലും BJPക്കാരെ പ്രതിഷ്ഠിക്കാനുള്ള തിടുക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പേഴ്സണൽ സ്റ്റാഫായി BJPക്കാരനായ ശരത് ചന്ദ്രനെ നിയമിച്ചത് വലിയ വിവാദമായി മാറി. നിയമത്തിനെതിരെ തേക്കട മണ്ഡലം കമ്മിറ്റി തന്നെ രംഗത്തെത്തി. മുഖ്യമന്ത്രിക്ക് തന്നെ അവർ പരാതി നൽകി. ഇനി അടുത്തത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള BJP ശ്രമങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞുവിട്ട ഗവർണർ എന്ന അധ്യാന് ചെല്ലും ചെലവും കൊടുത്ത് കൂടെ നിൽക്കലാണ്. MG സർവകലാശാല VC-ആയി D മാവൂത്തിനെ നിയമിച്ച നടപടി നീതിപീഠത്തെ പോലും വെല്ലുവിളിച്ചായിരുന്നു. നിലവിലെ VC-ആയ അരവിന്ദ് കുമാറിന് താൽക്കാലിക VC-ആയി തുടരാൻ നിയമ തടസ്സമില്ലെന്നിരിക്കെയാണ് തീർത്തും സംഘപരിവാർ അനുകൂലിയായ VC-യെ നിയമിക്കുന്നത്. ഗവർണറുടെ തീരുമാനത്തിന് മുന്നിൽ താണുവണങ്ങി സദയം തല താഴ്ത്തി നിന്നു നമ്മുടെ മുഖ്യൻ. സർവകലാശാല സെനറ്റിൽ ഗവർണർ ചാൻസലർ പദവി ഉപയോഗിച്ച് RSSകാരെ തിരികെ കയറ്റിയപ്പോഴും കമാന്ന് മിണ്ടിയില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി B അശോകിനെ നിയമിച്ചതാണ് അടുത്തത്. വാ തുറന്നാൽ സംഗീസം എഴുന്നള്ളിക്കുന്ന B അശോക് സതീശൻ സർക്കാരിന് നല്ലവനായ ഉണ്ണിയാണ്. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായി അധ്യാപക പരിഷത്ത് നേതാവായ സജിത റാണിയെ നിയമിച്ചതാണ് അടുത്തത്. കൃഷി വകുപ്പ് നൽകിയ 3 പേരുടെ പാനൽ വെട്ടിയാണ് ചട്ടം പാലിക്കാതെ സജിത റാണിയെ ഗവർണർ നിയമിച്ചത്. പിന്നെ അടുത്തത് BJPക്കാരെ നിയമിക്കൽ മാത്രമല്ല, അവർ പരിപാടി വെച്ചാൽ അത് പങ്കെടുത്ത് വിജയിപ്പിക്കേണ്ട ബാധ്യത കൂടി സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതിപ്പോ മോഹൻ ഭാഗവതിന്റെ പരിപാടിയായാലും ആളെ പറഞ്ഞയക്കും, ഒരു മുഷിപ്പ് വേണ്ടല്ലോ. ഇനിയിപ്പോ ആരേലും എന്തെങ്കിലും മൊഴിഞ്ഞാൽ കേന്ദ്രവുമായി ഗുസ്തിക്കില്ലെന്ന് സതീശൻ സർക്കാരിലെ വാനരപ്പട മൊഴിയും. കാരണം ഡീലൊക്കെ സമരസപ്പെട്ടു പോകണ്ടേ. ഗാന്ധിജിയെയും നെഹ്റുവിനെയും പാഠപുസ്തകങ്ങളിലേക്ക് തിരികെ കയറ്റാൻ വന്ന ലീഗിലെ യുവതുർക്കികൾ പോലും സർക്കാരിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ RSSകാരെ തിരികെ കയറ്റുമ്പോൾ നാവടക്കി നടുവളച്ച് തല കുനിച്ചു നിൽക്കുന്ന വിസ്മയ കാഴ്ചയാണ് 1 മാസം കൊണ്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അദാനിക്കും ബക്കാഡിക്കും വേണ്ടി മാത്രമല്ല, സാക്ഷാൽ BJPക്ക് വേണ്ടി വരെ പ്രവർത്തിക്കാൻ ഏതറ്റം വരെയും പോകും. കാരണം പൂക്കിസത്തോടൊപ്പം സംഗീസം ചേർത്ത വീഞ്ഞിനാണ് കോൺഗ്രസിൽ ഇപ്പോൾ മധുരം.